നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഒരു യാത്രയുടെ തുടക്കമാണ്. യാത്ര എന്ന് പറയുന്നത് സ്ഥിരമായി നമ്മൾ ചെയ്തു വന്നിരുന്ന പോലുള്ളൊരു യാത്രയല്ല. ഇതൊരു ഡ്രൈവിംഗ് ഹോളിഡേ ആണ്. തായ്ലൻഡിലുടനീളം വാഹനം ഓടിച്ച് രസിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഞാൻ ആ വീഡിയോ ചെയ്തത് ഫെയർ ഫ്യൂച്ചർ ട്രാവൽസ് ആൻഡ് വെക്കേഷൻസാണ് ഈ ഒരു ടൂറിൻ്റെ പിന്നിലുള്ളത്. ഞങ്ങളിപ്പോൾ ആകെ 21 പേരാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. പക്ഷേ അതിൽ കുറച്ച് പേർ കൂടി വരാനുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് തായ് എയർവേസിൽ ബാങ്കോക്കിലെത്തുന്നു. ബാങ്കോക്കിൽ നമ്മളെ കാത്ത് വാഹനങ്ങൾ, അത് ടൊയോട്ട ഫോർച്യൂണറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളൊക്കെ കിടക്കുന്നു. നമ്മളവിടുന്ന് 10 ദിവസം തായ്ലൻഡ് അക്രോസ് ആഘോഷമായി വാഹനം ഓടിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും നമുക്ക് വഴിയെ പരിചയപ്പെടാം. കാരണം 10 ദിവസം എല്ലാവരും കൂടെയുണ്ട്. ഇപ്പം തുടക്കം ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. ഇവിടുന്ന് ഇപ്പോൾ തായ് എയർവേസിൽ ചെക്ക് ഇൻ ചെയ്യാൻ പോകുന്നു. അതിനുശേഷം ബാങ്കോക്കിലെ കാഴ്ചകളുമായിട്ട് നമ്മൾ തുടരുന്നതായിരിക്കും വീഡിയോ. അപ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്ക് കേരളത്തിൽ നിന്ന് മറ്റ് ഒരു ട്രാവൽ ഏജൻസിയും ഇങ്ങനെ ഡ്രൈവിംഗ് ഹോളിഡേ ഇതുവരെ അങ്ങനെ കൊണ്ടുപോയിട്ടില്ല ആരെയും എന്നുള്ളതാണ്. അത് ഏറ്റവും രസകരമായൊരു കാര്യമായിരിക്കും എന്നുള്ള സംശയമില്ല. തുടർന്ന് സൗത്ത് ആഫ്രിക്ക, അതുപോലെ ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ നമ്മൾ ഈ ഒരു ഡ്രൈവിംഗ് ഹോളിഡേയുമായിട്ട് പോകാനാണ് പ്ലാൻ. അതിൻ്റെ തുടക്കമാണ് നമ്മൾ തായ്ലൻഡിൽ ആഘോഷിക്കാൻ പോകുന്നു. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ആഘോഷിക്കല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ പോകുന്നു. ബൈ. നമ്മളങ്ങനെ 4 മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം ബാങ്കോക്കിലെ സുവർണഭൂമി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഡോൺ മുവാങ്, സുവർണഭൂമി 2 എയർപോർട്ടുണ്ട്. ബജറ്റ് എയർലൈനുകൾ, നമ്മുടെ എയർ ഏഷ്യ പോലുള്ള ബജറ്റ് എയർലൈനൊക്കെ എത്തുന്നത് ഡോൺ മുവാങ്ങിലാണ്. നമ്മളിപ്പോൾ സുവർണഭൂമി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ എയർപോർട്ടിലാണ്. ഞാൻ ആദ്യമായിട്ട് തായ്ലൻഡ് വരുമ്പോൾ സുവർണഭൂമി ഉണ്ടായിരുന്നില്ല. അന്ന് ഡോൺ മുവാങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം രണ്ടാമത്തെ വരവിൽ സുവർണഭൂമിയിലാണ് വന്നത്. പക്ഷേ ഇപ്പോൾ പൊതുവെ എയർ ഏഷ്യയിൽ പൊതുവെ സഞ്ചരിക്കുന്നതുകൊണ്ട് നമ്മൾ മിക്കവരും ഡോൺ മുവാങ്ങിലാണ് എത്തുന്നത്. ഡോൺ മുവാങ് കുറച്ചുകൂടി സിറ്റിയോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഇത് കുറച്ച് ദൂരമുണ്ട്. പക്ഷേ ഇത് ആ കാലത്ത്, അതായത് തുടങ്ങിയ കാലത്തൊരു വലിയ സംഭവം തന്നെയായിരുന്നു. കാരണം ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് വലിയ വലിയ എയർപോർട്ടൊക്കെ ഉണ്ടെങ്കിലും ഈ എയർപോർട്ടുള്ള വന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ അത്ര വലിയ എയർപോർട്ടൊന്നുമില്ല. അതുകൊണ്ടൊരു ഭയങ്കര സംഭവമായിരുന്നു എയർപോർട്ട്. ഇപ്പോഴും വളരെ നല്ലൊരു ഗംഭീര എയർപോർട്ടായിട്ട് തന്നെ പറയാം. അപ്പോൾ നമ്മളെല്ലാവരും ഇനിയിപ്പോൾ ഇവിടെ വിസ ഓൺ അറൈവലിലേക്ക് പോവുകയാണ്. തായ്ലൻഡിൽ അടുത്ത കാലം വരെയൊക്കെ 2000 ബാട്ട്, അതായത് 4000 രൂപയോളം നമ്മൾ വിസയ്ക്ക് വേണ്ടി കൊടുക്കണമായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് വിസ ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് വളരെ എളുപ്പമാണ്. നേരെ എമിഗ്രേഷൻ ജില്ല ഇറങ്ങി പോവാം. നേരത്തെ നമ്മളൊരു ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് ഫോമൊക്കെ ഫില്ല് ചെയ്ത് 2000 ബാട്ട് അത് കാശായിട്ടേ വാങ്ങിക്കൂ, അത് തായ്ലൻഡ് കറൻസിയിലേ വാങ്ങിക്കൂ, അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, വളരെ ലാവിഷായിട്ട് ഇറങ്ങിപ്പോവാം. അപ്പോൾ നമുക്കിനി നേരെ വിസ ഓൺ അറൈവലിലേക്ക്. അതിനുശേഷം നമ്മുടെ ഫെയർ ഫ്യൂച്ചറിൻ്റെ ഈ ടൂറുകളുടെയൊക്കെ തലവനായ ഓലിൻ ഇവിടെ കഴിഞ്ഞ ദിവസം നേരത്തെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് വെളിയിൽ. അപ്പോൾ നമ്മുടെ സുവർണഭൂമി എയർപോർട്ട് ഇതാ ഒരു കക്ഷി ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യാൻ നടക്കുന്നുണ്ട്. നടുക്ക് അറിയുന്നത് എന്തായിരിക്കും പ്രതികരണം നോക്കട്ടെ. തിരിഞ്ഞു, ഒന്ന് പേടിച്ച് ഞാൻ ഒരു ഇടി വരുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇല്ല, സംഭവം തിരിഞ്ഞു പോയി. കുറേ നേരമായിട്ട് ഒരേ സ്ഥലം തന്നെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇവിടം തന്നെയാണ് കുറേ നേരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ അടുത്ത കാലത്ത് സ്പെയിനിൽ പോയപ്പോഴാണെന്ന് തോന്നുന്നു. അവിടുത്തെ ഒരു ഹോട്ടലിൽ മുഴുവൻ സെർവ് ചെയ്യുന്നതും വേസ്റ്റ് പ്ലേറ്റ് എടുക്കുന്നതൊക്കെ ഇദ്ദേഹമാണ്, റോബോട്ടാണ്. നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്ന ഈ ലെഫ്റ്റ് കാണുന്നതെല്ലാം ഈ സിം കാർഡ് കിട്ടുന്ന സ്ഥലങ്ങളാണ്. ഒരു കാര്യം സത്യമാണ് കേട്ടോ, നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ അത്രയും ചീപ്പായിട്ട് ഇൻ്റർനെറ്റ് ലോകത്തൊരു സ്ഥലത്തും ഇല്ല. ഇവിടെയൊക്കെ പെട്ടെന്ന് തന്നെ ഡാറ്റ തീരും. ഞാനിപ്പോൾ 50 GB ഡാറ്റ 1000 രൂപയ്ക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷേ അതൊക്കെ വളരെ പെട്ടെന്ന് തീരും. നമ്മളൊന്നിട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ സംഭവം കഴിയും. ഇനിയിപ്പോൾ ഇവിടെ ഈ ലെഫ്റ്റ് കാണുന്ന മുഴുവൻ റെൻ്റ് കാറുകളുടെ കൗണ്ടേഴ്സാണ്. ആവിസ്, ഹെർട്സ്, ബജറ്റ്, അങ്ങനെയുള്ളതൊക്കെയാണ്. അപ്പം നമ്മൾ ഓടിക്കേണ്ട വാഹനങ്ങളെല്ലാം റെഡിയാണ്. പക്ഷേ നമ്മൾ ഇന്നല്ല ഓടിച്ചു തുടങ്ങുന്നത്. ഇന്നിപ്പം എല്ലാവരും യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നുകൊണ്ട് ഒരു ചെറിയ സിറ്റി ടൂർ കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നു. നാളെ രാവിലെയാണ് ഫ്ലാഗ് ഓഫ്. ഇവിടെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നാണ്. അതിനുശേഷം നമ്മുടെ കൂടെ 10-30 കിലോമീറ്റർ നമ്മൾ പോലീസ് അകമ്പടിയോടുകൂടിയാണ്
യാത്ര ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഇവരൊരു സന്തോഷം, ഇവിടുത്തെ പോലീസിൻ്റെയൊക്കെ സന്തോഷം. നമ്മളിവിടെ 2 ബൈക്കിലോ ഒരു കാറിലോ ഒക്കെ ആയിട്ട് പോലീസ് കൂടെ കാണുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ എന്നാലും കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു സെൽഫ് ഡ്രൈവിംഗ് ഹോളിഡേ ആയിട്ട് ഇത്ര ആൾക്കാർ വന്നിരിക്കുന്നത്. ഇതിന് തുടർന്ന് നമുക്ക് പല രാജ്യങ്ങളിലും ഇത് തന്നെ ചെയ്യണം. വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ 3-4 ലെവലുകളിലായിട്ടാണ്. ടാക്സിക്ക് ഒരു ലെവൽ, താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് സിറ്റിയിലേക്ക് പോകേണ്ട ട്രെയിൻ വേണമെങ്കിൽ കിട്ടും. ഇവിടെ ഇപ്പോൾ ടാക്സികളുടെ സ്ഥലമാണ്. അങ്ങനെ ഓരോരോ ലെവലിലും ഓരോ തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളിനിയിപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇവിടുത്തെ ഗൈഡ് എത്തിയിട്ടുമുണ്ട്. വണ്ടിയിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. നമ്മൾ 5 പേര് വീതം ഓരോരോ വാനുകളിലായിട്ടാണ് ഇപ്പോൾ ഒരു ഫ്രഷപ്പ് ആകാനുള്ള ഹോട്ടലിലേക്ക് പോകുന്നത്. അതിന് ശേഷം സിറ്റി ടൂർ, പിന്നെ നമ്മൾ ഇന്ന് താമസിക്കുന്ന ഹോട്ടലിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്യും. അങ്ങനെ കിടന്ന് ഉറങ്ങാനുള്ള ബെഡാന്ന് തോന്നുന്നു വിരിച്ചിട്ടിരിക്കും, നല്ല ഭംഗിയായിട്ട്. അപ്പോൾ നമ്മൾ രാവിലെ വന്നിറങ്ങിയിട്ട് അൽമാസ് എന്നൊരു ഹോട്ടലിൽ നിന്ന് നമ്മളൊന്ന് ഫ്രഷായി അവിടെ ചെക്കൗട്ട് ചെയ്തു. ഇനി വളരെ ഷോർട്ടായിട്ടുള്ളൊരു സിറ്റി സൈറ്റ് സീയിങ് ആണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട 2 കാഴ്ചകളെന്ന് പറയുന്നത് ഗ്രാൻഡ് പാലസും അതുപോലെ തന്നെ എമറാൾഡ് ബുദ്ധ ടെമ്പിളും ഒക്കെയാണ്. അതുവഴിയൊക്കെ ഒന്ന് ഓടിപ്പാഞ്ഞ് പോയിട്ട് നമ്മൾ നേരെ നമ്മുടെ നാളെ തൊട്ടുള്ള ഡ്രൈവിന് വേണ്ട വാഹനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൂടെ എടുത്തിട്ട് നമ്മൾ വീണ്ടും ഇന്ന് താമസിക്കുന്ന ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്യുന്നു. അതാണ് പരിപാടി. അപ്പോൾ ഇന്നിപ്പം ബാങ്കോക്കിൻ്റെ എന്താ പറയുക ഹൃദയ ധമനികളിലൂടെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നാളെ തൊട്ട് നമ്മൾ സ്വന്തമായിട്ടാണ് ഓടിക്കുന്നത്. ഇന്ന് നമ്മളിപ്പോൾ ഒരു വാനിൽ ഇങ്ങനെ എല്ലാവരും കൂടി സഞ്ചരിക്കണം. 3 വാനിലായിട്ടാണ് നമ്മൾ ഉള്ളത്. എല്ലാവരും കൂടി ഫുള്ളാകുമ്പോൾ എത്ര പേരാകും വിഘ്നേഷ്? 23 പേരാകും. എല്ലാവരും എത്തിക്കഴിയുമ്പോൾ 23 ആകും. ഇനി ഒരാൾ നമുക്ക് USA നിന്ന് ജോയിൻ ചെയ്യാനുണ്ട്. ആ ആളിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും. നമ്മുടെ പല വീഡിയോയിലും നമ്മുടെ US-ലെ വീഡിയോയിലൊക്കെ പ്രത്യക്ഷപ്പെട്ട സ്റ്റാൻലിയാണ്. സ്റ്റാൻലി നമ്മൾ ആയിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ 2 ദിവസം കഴിഞ്ഞാൽ സ്റ്റാൻലി എത്തുള്ളൂ. ബാക്കി എല്ലാവരും ഇന്നിപ്പോൾ എത്തിയിട്ടുണ്ട്. കൂടാതെ നമ്മൾ നാളെ യാത്ര തുടങ്ങുമ്പോൾ നമ്മളിവിടെ ഒരു മെക്കാനിക് അടക്കമുള്ള എല്ലാ സന്നാഹങ്ങളോടും കൂടിയാണ് നമ്മുടെ യാത്ര ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സിറ്റി സൈറ്റ് സീയിങ്ങിൻ്റെ ഓട്ടപ്രദർശനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ ടെമ്പിളിലാണ്. ഇത് 1900-ൽ നിർമ്മിച്ചതാണ്. ഇവിടുത്തെ പ്രത്യേകത ഇത് ശരിക്കും ഈ ഒരു എന്താ പറയുക തായ് ഒരു വാസ്തുശില്പ നിർമ്മാണ കലയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓരോ ബിൽഡിങ്ങിനുമൊക്കെ ഓരോരോ വ്യത്യസ്തമായ രൂപമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ബുദ്ധിസ്റ്റ് രാജ്യങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു ആർക്കിടെക്ചർ രീതിയൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊന്ന് ജസ്റ്റ് ഓടി കാണുന്നേ ഉള്ളൂ, അതുകൊണ്ട് വിശദമായിട്ട് പറയുന്നില്ല. നാളെ നമ്മളുടെ വാഹനം ഓടിച്ചുള്ള ട്രിപ്പിലാണ് നമ്മൾ കൂടുതൽ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ കാണാൻ പോകുന്നത്. തന്നെയല്ല ഇന്നലെ ഇപ്പോൾ ആരും ഉറങ്ങിയിട്ടില്ലല്ലോ, നൈറ്റ് ഫ്ലൈറ്റ് വന്നുകൊണ്ട് എല്ലാവരും ആകെ ടയേർഡും ഒക്കെയാണ്. എന്തായാലും നമുക്ക് ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പോകാം.
only pork. This one black jelly soup. This one noodle soup. This one 1, 2, 3 rice no rice. ഓക്കെ റൈസ്ഡ് പോർക്ക് റൈസ് ഇത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതാണ് റൈസ്ഡ് പോർക്ക് വിത്ത് റൈസ്. ഇനി ഞാനിവിടെ പൊതുവേ സാധാരണ ഇവിടെ വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം സീ ഫുഡ് ഫ്രൈഡ് റൈസാണ്. പക്ഷേ അതിവിടെ ഇല്ല, ഫ്രൈഡ് റൈസ് ഇവിടെ ഇല്ല, രാത്രി പിടിക്കാതെ. അപ്പോൾ നമ്മളിവിടെ തായ്ലൻഡിൽ വരുമ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ സ്ട്രീറ്റ് ഫുഡാണ് കഴിക്കേണ്ടത്. സ്ട്രീറ്റ് ഫുഡ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു ക്വാളിറ്റി ഒന്നുമല്ല. ഇവിടെ വളരെ ഫ്രഷായിരിക്കും, വളരെ ഹോട്ടായിരിക്കും സാധനം, അങ്ങേയറ്റം ടേസ്റ്റും ആയിരിക്കും. തായ്ലൻഡിൽ ആദ്യമായിട്ട് വരുന്നതോട് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ഇവിടെ വരുമ്പോഴത്തേക്ക് പുഴുങ്ങിയ ആഹാരം കഴിക്കരുത്. വല്ലാത്തൊരു മണമൊക്കെ അടിച്ച് നമുക്ക് കഴിക്കാൻ പറ്റരുത്. പക്ഷേ ഫ്രൈഡ് ഐറ്റംസ് എല്ലാം തന്നെ അടിപൊളിയാണ്. ഫ്രൈഡ് ഐറ്റംസ് കഴിച്ചാൽ പിന്നെ നിങ്ങൾ തായ് ഫുഡ് വിട്ട് പോകില്ല. അപ്പം കാണിച്ചു തരാം വരാൻ പോകുന്ന സാധനം. ഇതാണ് നമ്മൾ പറഞ്ഞ ബ്രൈസ്ഡ് പോർക്കും വിത്ത് റൈസ്. അപ്പോൾ ഇത് നല്ല പോർക്ക് സെമി ഫ്രൈ അല്ലേ, സെമി ഫ്രൈ, അതിൻ്റെ കൂടെ ഇത്തിരി പച്ചക്കറി മൂലയിൽ ചോറുമുണ്ട്. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി ഞാൻ ശുപാർശ ചെയ്യുന്നത് ഇതിലേക്ക് ഒരു സോയാ സോസ് അങ്ങോട്ട് ഒഴിക്കാം, എന്നിട്ടാണ് കഴിക്കുക. അപ്പം നല്ല രസമാണ്. ഒരു നേരത്തെ ഫുഡാണ്, അടിപൊളി. ചിയേഴ്സ്. നമ്മളപ്പോൾ ഫസ്റ്റ് ഡേ താമസിക്കുന്നത് ചിയേഴ്സ് വെറും ജ്യൂസാണ് കേട്ടോ, സംശയിക്കരുത്. അപ്പോൾ നമ്മളിത് താമസിക്കുന്നത് മോണ്ടിയൻ റിവർ സൈഡ് ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലാണ്. ഫസ്റ്റ് നൈറ്റ് താമസിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ ഇവിടുത്തെ ചവഫ്രയ നദിയുടെ സൈഡിലുള്ള സുന്ദരമായ ഒരു ഗംഭീരമായ ഹോട്ടലാണ്. അപ്പോൾ നമ്മുടെ കീ ഡിസ്ട്രിബ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റൂമിൻ്റെ കീ വാങ്ങിക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഇതൊരു പഴയ ഹോട്ടലാണ്, 30 വർഷം പഴക്കമുണ്ടെങ്കിലും വളരെ ക്ലാസ് സംഭവമാണ്. ഇത് കണ്ടപ്പോൾ നമുക്ക് ഓർമ്മ വന്നത് സോവിയറ്റ് യൂണിയൻ്റെ ഒക്കെ ഭാഗമായിരുന്ന പഴയ രാജ്യങ്ങളിലൊക്കെയുള്ള സോവിയറ്റ് യൂണിയൻ്റെ കാലത്തെ ആ ഒരു എന്താ പറയുക പ്രൗഢഗംഭീരമായ ഹോട്ടലിൻ്റെയൊക്കെ ഒരു രീതിയാണ് ഇതിന്. നന്നായിട്ടുണ്ട്. നമ്മൾ 16ാം നിലയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വാഹനം എടുക്കാൻ പോവുകയാണ്. നമ്മുടെ ഫോർച്യൂണർ നാളത്തെ തൊട്ടുള്ള യാത്രയ്ക്കുള്ള ഫോർച്യൂണർ പോയി എടുക്കുന്നു. എന്നിട്ട് ഇന്ന് രാത്രി ഇവിടെ ഹോട്ടലിൽ കൊണ്ടുവന്നിരുന്നു. നാളെ രാവിലെ ഇവിടുന്ന് ഫ്ലാഗ് ഓഫ് 10 ദിവസത്തെ യാത്രയ്ക്ക് തുടക്കമാണ്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മുടെ ഒരു വാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് വണ്ടി എടുക്കാൻ പോകാൻ വേണ്ടി. ഒരു ബിൽഡിംഗ് ഉണ്ടോ, ഏകദേശം പണി തീരാത്ത രീതിയിൽ ഇരിക്കുന്നു. അത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നത് നമ്മുടെ മറ്റേ 9/11 വിമാനം ഇടിച്ചു പൊളിഞ്ഞ ബിൽഡിംഗ് പോലെ ഉണ്ട്. പക്ഷേ സ്റ്റൈലിഷായിട്ട് പണിതിരിക്കുകയാണ്. ഞാൻ പറയുമായിരുന്നു ഒരുപക്ഷെ എൻ്റെ കോൺട്രാക്ടർക്ക് മുഴുവൻ പൈസ കൊടുത്ത് കാണില്ല, നീ ആദ്യം പണി തീർത്തിട്ട് വാ എന്ന് പറഞ്ഞു കാണാൻ സാധ്യതയുണ്ട്. ആ രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ. ശരിക്കും നമ്മൾ കൊതിപ്പിക്കുന്ന രീതിയിലുള്ള എലിവേറ്റഡ് ഹൈവേകളും നല്ല ഗംഭീര റോഡുകളും ഒക്കെയാണ് ഇവിടെ ടൗണിൻ്റെ നടുക്ക് പോലും ഉള്ളത്. അപ്പം താഴത്തെ റോഡുകളിൽ കൂടെ പോകുമ്പോൾ നല്ല തിരക്കും ട്രാഫിക് ബ്ലോക്കും ഉണ്ടെങ്കിൽ എലിവേറ്റഡ് ഹൈവേ കൂടെ പോകുമ്പോൾ അതൊന്നുമില്ല. വളരെ ഗംഭീരമായ യാത്രയാണ്. ഇവിടെ കാണുന്ന ഈ മോഡലുണ്ടോ, നമ്മുടെ ഹമ്മറിൻ്റെ ചൈനീസ് രൂപമാണിത്. തായ്റുങ് എന്നാണ് കമ്പനിയുടെ പേര്. കാഴ്ചയിൽ പക്ക ഒന്നാന്തരം ഒരു ഹമ്മർ. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരാൾ കുറച്ചും ഒരു കാര്യം പറഞ്ഞു, രസമായിട്ട് തോന്നി. അതായത് ചൈനയുടെ R&D എന്ന് പറഞ്ഞാൽ റിസർച്ച് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് എന്നാണെന്നാണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നല്ല, റിസർച്ച് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ്. കണ്ടോ, കാഴ്ചയിലൊക്കെ നല്ല രസമുണ്ട്. പക്ക ഹമ്മറിൻ്റെ രൂപം. ടൊയോട്ട ഡയലോഗാ.
അലോയ് ടൊയോട്ടയുടെയാണ്. സംഭവം കൊള്ളാതായാലും. അങ്ങനെ നമ്മൾ യാത്ര പോകാൻ ഉദ്ദേശിക്കുന്ന വാഹനങ്ങളെല്ലാം ഇവിടെ നിരന്ന് കിടക്കുന്നു. ടൊയോട്ട ഫോർച്യൂണറുകളാണ് നിരന്ന് കിടക്കുന്നത്. 6 എണ്ണമുണ്ട്. 1, 2, 3, 4, 5, 6 എണ്ണം. അപ്പോൾ തായ്ലൻഡിൽ നമുക്കിപ്പോൾ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. കാരണം ഫെയർ ഫ്യൂച്ചർ നമുക്ക് വേണ്ടി വാഹനങ്ങളെല്ലാം റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. ആകെ നമ്മൾ ചെയ്യേണ്ടി വരുന്നത് ഫ്യൂൽ അടിക്കുക എന്നുള്ള കാര്യം മാത്രമാണ്. അപ്പോൾ തായ്ലൻഡിൽ നമ്മൾ ഇത് ഓടിക്കണമെങ്കിൽ വേണ്ടി വരുന്നത് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റാണ്. ഇത് പലർക്കും അറിഞ്ഞുകൂടെ എങ്ങനെയാണ് എടുക്കുന്നത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓൺലൈനിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് നമ്മൾ ഇന്ത്യൻ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്കിത് ഓൺലൈൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മളുടെ ഏത് RTO ഓഫീസിൽ നിന്നാണോ നിങ്ങൾ ലൈസൻസ് എടുത്തത്. ഇപ്പോൾ കോട്ടയത്ത് നിന്നാണ് ഞാൻ എടുത്തതുകൊണ്ട് കോട്ടയത്തെ RTO ആണ് നമുക്കിത് തരേണ്ടത്. ഇത് അയച്ചു തരണമെന്നാണ് നിയമമെങ്കിലും പലപ്പോഴും പറ്റാറില്ല. കാരണം ഇത് പ്രിൻറ്റ് ചെയ്യുന്ന പേപ്പർ അടക്കം ഉള്ളതൊന്നും കാര്യമായ രീതിയിലൊന്നും ലഭ്യമല്ലാത്തതുകൊണ്ട് പലപ്പോഴും RTOക്ക് ഇത് തരണമെങ്കിൽ അവിടെ ചെന്ന് വാങ്ങിക്കേണ്ടി വരും. ഞാനങ്ങനെ കോട്ടയത്ത് RTO എടുത്ത് പോയി വാങ്ങിച്ചതാണ്. അപ്പോൾ നമ്മളെപ്പോഴും തായ്ലൻഡിൽ വാഹനം ഓടിക്കുമ്പോൾ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റും അതോടൊപ്പം തന്നെ നമ്മുടെ പാസ്പോർട്ടും കൊണ്ടുനടന്നാൽ മതി. മറ്റ് യാതൊരു കാര്യങ്ങളുമില്ല. സുഖമായിട്ട് ഓടിച്ച് നടക്കാം. തന്നെ ഇത് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആയതുകൊണ്ട് ഇന്ത്യയിൽ ഓടിക്കുന്ന പോലെ തന്നെ ഓടിക്കാം. പിന്നെ ഇന്ത്യയിലെ പോലെ ആക്രാന്തം പിടിച്ച ഓടിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് ഓടിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളിനി 10 ദിവസം നമ്മുടെ സന്തത സഹചാരിയാകാൻ പോകുന്നത് ഈ ഒരു ടൊയോട്ട ഫോർച്യൂണറാണ്. അപ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഈ വാഹനം എടുത്തുകൊണ്ട് നേരെ ഹോട്ടലിൽ പോകുന്നു. ഇന്ന് റെസ്റ്റാണ്. ഇന്നലെ ആരും ഉറങ്ങിയിട്ടില്ലല്ലോ. എന്നിട്ട് രാവിലെ നമ്മൾ ഫ്ലാഗ് ഓഫാണ്. നമ്മൾ നാളെ പോകുന്നത് ഹുവാഹിൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഇവിടുത്തെ ഒരു ബീച്ച് ഏരിയയിലേക്കാണ്. ഒരു ബീച്ച് സൈഡ് ഒരു സിറ്റിയാണിത്. അവിടേക്കാണ് നാളത്തെ യാത്ര. അപ്പോൾ ശ്യാമേ തുടങ്ങല്ലേ? 10 ദിവസം നീളുന്ന തായ്ലൻഡിലെ ഡ്രൈവിംഗ് ഹോളിഡേ, സെൽഫ് ഡ്രൈവിംഗ് ഹോളിഡേക്ക് തുടക്കമാവുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഏതാണെന്ന് നോക്കാം. ഇതിലേത് വണ്ടിയാണ് നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ കീ കിട്ടിക്കഴിഞ്ഞു. 10 ദിവസത്തേക്കുള്ള നമ്മുടെ ഫോർച്യൂണർ ഇതാണ്. 9207. നല്ല മിൻറ്റ് കണ്ടീഷനിലാണ് തരുന്നത് കേട്ടോ. ഒരു പൊടി പോലും ഉണ്ടാകില്ല. ഇത് ഫുൾ ടാങ്ക് ഫ്യൂവൽ അടിച്ച ഡീസൽ അടിച്ചാണ് തരുന്നത്. തിരിച്ചു കൊണ്ടേ കൊടുക്കുമ്പോഴും ഫുൾ ടാങ്ക് അടിച്ചാൽ കൊടുത്താൽ മതി. കൂടാതെ കൺഫ്യൂഷനൊന്നുമുള്ള കാര്യങ്ങളൊന്നുമില്ല. ഓട്ടോമാറ്റിക്കാണ്. നല്ല ഗംഭീരമായ സംഭവം. ഒറ്റ പ്രശ്നമുള്ളൂ കേട്ടോ. ഇതിന് സൺറൂഫ് ഇല്ല. സൺറൂഫ് ഇല്ലാത്ത വാഹനങ്ങൾ ഓടിക്കരുതെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടത്. പക്ഷേ വേറെ മാർഗ്ഗമൊന്നുമില്ല. നല്ല വലിയ സ്ക്രീനും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ഉണ്ട്. ഓട്ടോമാറ്റിക്കാണ്. നമുക്കതാ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റുണ്ട്. പവർ മോഡുകൾ ഇക്കോ പോലുള്ള കാര്യങ്ങളും ഇക്കോ പവർ മോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അറിയാമല്ലോ ടൊയോട്ട ആയതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ വഴിയിലൊക്കെ പൊളിച്ചടുക്കി അങ്ങനെയൊന്നും അല്ല കേട്ടോ. വളരെ സൂക്ഷിച്ച് നമ്മൾ ഓടിക്കാൻ പോവുകയാണ്. എന്തായാലും വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ പലതവണ തായ്ലൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ അത് പല വണ്ടികളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒരൊറ്റ വണ്ടിയിലാണ് നമ്മൾ 10 ദിവസം നീളുന്ന യാത്ര ആരംഭിക്കാൻ പോകുന്നത്.